നാടകം കണ്ടുപോലെയാണ് ഇരിക്കുന്നത്. സത്യം തീരെ പോരാ, ഭയങ്കര ബോറ്. 2.25 മണിക്കൂർ എങ്ങനെ അതിൻ്റെ അതിരുന്നെന്ന് അറിയത്തില്ല. നാടകം കണ്ടുകൊണ്ടിരിക്കുന്ന വെറും ഡയലോഗൊക്കെ വൻ മോശം. വിചാരിച്ച പോലെ നല്ല, നമ്മൾ ട്രെയിലറൊക്കെ കാണുമ്പോൾ കുറച്ചുകൂടെയൊക്കെ എക്സ്പെക്ട് ചെയ്യും. ബട്ട് ഇത് ഒന്നിനും പോരാ, സിനിമ തീരെ പോരാ, ഭയങ്കര ബാഡ്. ഫസ്റ്റ് ഹാഫ് ഇച്ചിരി ഒരു ബോറ പോലെ പോകും. എല്ലാ പൊളിയാണ് മേക്കിംഗ് ഒക്കെ. ദിലീപന്റെ ഒരു വ്യത്യസ്ത കഥാപാത്രം ഇതുവരെ വേറെ ആരും കണ്ടിട്ടില്ല. ക്ലാസ് എന്ന് പറയാം. സെക്കൻഡ് ഹാഫ് ഇച്ചിരി ഇമോഷണൽ ആണ്. നല്ല പടമാണ്. ഫസ്റ്റ് ഹാഫ് ഇച്ചിരി ലാഗായിട്ട് ഫീൽ ചെയ്തെങ്കിലും സെക്കൻഡ് ഹാഫ് പക്കയായിരുന്നു. പിന്നെ സിനിമാറ്റോഗ്രാഫി, എഡിറ്റിംഗ് എടുത്ത് പറയാനുള്ള, പിന്നെ ദിലീപിന്റെ അഭിനയം അത് എഫിഷ്യലി ഇതുവരെ ഇറങ്ങിയതിന് ശേഷമുള്ള ദിലീപിന്റെ നല്ലൊരു അഭിനയ രീതിയാണ്. ഫൈസീനൊക്കെ അടിപൊളിയായിരുന്നു, നല്ല മൂവിയായിരുന്നു. എനിക്ക് റിയൽ സ്റ്റോറി ആയിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മുടെ ലൈഫിൽ എങ്ങനെ നടക്കുന്നതാണ് അതുപോലെ തന്നെയാണ് കാണിക്കുന്നത്. നല്ല പടമാണ്, ഇതിൽ പ്രത്യേകിച്ചൊന്നും പറയില്ല. ഫാമിലി ആയിട്ടിരുന്ന് കാണാൻ പറ്റിയ പടം തന്നെ. ത്രില്ലറാണ്. റൊമാൻറ്റിക്കും ഉണ്ട്, എന്നാൽ ഫുൾ റൊമാൻറ്റിക് അല്ല. നല്ലതായിട്ടുണ്ട്, കാണാൻ തന്നെ. പടം നല്ല പടം, ഒന്നും കൂടെ കാണണമെന്നൊക്കെ ഉണ്ട്. നല്ല പടം, കൊള്ളാം. സൂപ്പർ പടം, കൊള്ളാം. ദിലീപിന്റെ അഭിനയം തന്നെ കൊള്ളാം, സൂപ്പറായിരുന്നു. സിനിമ നല്ലായിരുന്നു. ക്ലൈമാക്സ് എന്തൊക്കെ പറഞ്ഞാലും ഒരു രക്ഷയില്ല. ആദ്യം നമ്മൾ എക്സ്പെക്ട് ചെയ്തത് പോലെ അല്ലായിരുന്നു ക്ലൈമാക്സ്. അതെ ഉറപ്പായിട്ടും, ഓഫ് കോഴ്സ്. ഞാൻ ഒരുപാട് പേരോട് സജസ്റ്റ് ചെയ്യും. ആ ദിലീപിന്റെ ഇമോഷൻസ് നമ്മളെ വല്ലാതെ അങ്ങ് നമ്മളെയും കൂടെ ഇമോഷണൽ ആക്കുന്ന പോലെ തോന്നി. അവർ സെക്കൻഡ് ഹാഫ് ബെറ്റർ ആയിട്ട് എടുത്തിട്ടുണ്ട്. പെർഫോമൻസ് ഒക്കെ എല്ലാം നല്ല നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. കൊള്ളാം. കുറയ്ക്കായിരുന്നു, ഡ്യൂറേഷൻ കുറയ്ക്കായിരുന്നു. വീരൻ്റെ അപ്പുറമേ ഉള്ളൂ. ദിലീപിന്റെ പെർഫോമൻസ് അടിപൊളിയായിട്ടുണ്ട്. ദിലീപിന്റെ അടുത്ത കാലത്ത് കണ്ടതിൽ ഏറ്റവും മികച്ച പെർഫോമൻസ് ആണ് സിനിമയിലേത്. അത് തന്നെയാണ് എക്സ്പെക്ടേഷൻ ആയിരുന്നു ആ സിനിമ കാണുന്ന സമയത്ത്. ട്രെയിലർ കണ്ട സമയത്ത് കുറച്ച് എക്സ്പെക്ടേഷൻ കുറഞ്ഞെങ്കിലും തങ്കമണി സംഭവം എന്ന് പറയുന്ന കേരള ചരിത്രം വായിക്കുന്ന ഒരാളെ സംബന്ധിച്ച് മറക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. അപ്പോൾ അത് എങ്ങനെ വിഷ്വലി കാണാൻ പറ്റുമെന്ന് അറിയാനാണ് വന്നത്. പക്ഷേ അതിൽ കുറച്ച് ഡ്രാമ കൂട്ടി ദിലീപിന്റെ ക്യാരക്ടറിനെ തങ്കമണി സംഭവം കാരണം ഉണ്ടായ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങൾ എന്ന രീതിയിൽ മാറ്റിയപ്പോൾ അതിൻ്റെതായ കുറച്ച് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷേ തങ്കമണി സംഭവത്തെ കുറച്ച് ചെറിയ രീതിയിലെങ്കിലും നല്ല രീതിയിൽ വിഷ്വലൈസ് ചെയ്തിട്ടുണ്ട്. അത് എല്ലാവരും കാണട്ടെ എന്ന അഭിപ്രായം തന്നെയാണ്. ഉടല് കഴിഞ്ഞിട്ട് രതീഷ് ചേട്ടൻ ചെയ്യുന്ന ഒരു സിനിമ എന്ന രീതിയിൽ എക്സ്പെക്ടേഷൻ കുറച്ച് കൂടുതലായിരുന്നു. പക്ഷേ കുഴപ്പമില്ല, മേക്കിംഗ് ഒക്കെ നന്നായിരുന്നു. പക്ഷേ കുറച്ചുകൂടെ ബെറ്റർ ആക്കാമായിരുന്നു. ഡ്രാമ കുറച്ചിരുന്നെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയാലും, ഡ്യൂറേഷൻ കുറച്ചിരുന്നെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരുന്നു. നല്ല അഭിപ്രായം തന്നെ. ദിലീപ് നല്ല ഇതാണ്. ഇവിടെ കളി ചിരിയെ കൊള്ളാന്ന് വിചാരിച്ചാണ് വന്നത്. പിന്നെ പൊളിച്ചിട്ടുണ്ട്. അത്യാവശ്യം മാസും കാര്യങ്ങളൊക്കെ ദിലീപ് ഏട്ടനുണ്ട്. പിന്നെ അത്യാവശ്യം ഇമോഷണലി പാക്ഡാണ്. കാരണം ഇന്റർവെലിന് ശേഷം ഇമോഷണലി നമ്മൾ നന്നായിട്ട് ഇത് ചെയ്യുന്നുണ്ട്. ഇമോഷണലി നല്ല സൂപ്പർ പടം. സ്റ്റോറി കൊള്ളായിരുന്നു, നല്ലതായിരുന്നു. നല്ല ആക്ടിങ് ആയിരുന്നു, പടമായിരുന്നു. നല്ല സ്റ്റോറി ആയിരുന്നു. ടീമിന്റെ ആക്ടിങ് നല്ലായിരുന്നു. കുഴപ്പമില്ല, കൊള്ളാം. എന്താ പറയുക, ഡയറക്ടറിൻ്റെ മുന്നത്തെ പടം ഉടലാണ്. അപ്പം അതിൽ നിന്നൊരു എൻറ്റയർലി ഡിഫറൻറ്റ് ഒരു പടമാണ്. ഡയറക്ഷൻ സ്കില്ലും അതിൽ നിന്ന് എൻറ്റയർലി ഡിഫറൻ്റ് ആണ്. ഓവറോൾ കുഴപ്പമില്ല, നമുക്ക് കണ്ടിരിക്കാവുന്ന ഒരു പടമാണ്. പെർഫോമൻസ് സൈഡ് ആർട്ടിസ്റ്റുകൾ എല്ലാവരും അത്യാവശ്യം നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. കൊള്ളാം. ഹൈപ്പായിട്ട് ഇതായിട്ടൊന്നുമില്ല, നമ്മൾ കണ്ടുകൊണ്ടിരിക്കാന്നുള്ള ഒരു ഇതേ ഉള്ളൂ. എടുത്തിരിക്കുന്ന ആ ഒരു ഇതൊന്നും ഒരു തൃപ്തിയായിട്ട് തോന്നത്തൊന്നുമില്ല. പിന്നെ ദിലീപിൻ്റെ ആക്ടിങ് പൊതുവെ അറിയാം. ദിലീപ് അഭിനയിച്ചിട്ടുണ്ട് പുതിയ സീനില്ലാണ്ട്. ഇതൊരു റിയൽ ഡിഫറൻറ്റ് ആയതുകൊണ്ട് തന്നെയാണ് കാണാനായിട്ടും വന്നത്. കുഴപ്പമില്ല, കണ്ടുകൊണ്ടിരിക്കും.